വയനാട്ടിലെ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് പോകണം. നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുകയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. അവിടെ പ്രിയങ്ക മത്സരിക്കുമ്പോൾ മറുഭാഗത്ത് BJP ശക്തരായ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തവണ നമുക്കറിയാം കെ സുരേന്ദ്രനാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മറുവശത്ത് CPIയുടെ സ്ഥാനാർത്ഥിയായി ആനി രാജ ശക്തിയായ സ്ഥാനാർത്ഥിയെ അവർ മത്സരിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായി എന്നതിനപ്പുറം മറ്റത്ഭുതങ്ങളൊന്നും അവിടെ സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമാണ്. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുന്നതോടെ വീണ്ടും വോട്ടെടുപ്പിന് തയ്യാറാവുകയാണ് വയനാട്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി തെരഞ്ഞെടുപ്പ് അംഗത്തിന് വേദിയാകുന്നതിന്റെ ആവേശത്തിലാണ് വയനാട്. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലം നിലനിർത്തി വയനാട് ഒഴിയാനാണ് കോൺഗ്രസ് തീരുമാനം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കളത്തിലാണ് വയനാട്. നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് വിലയിരുത്തിയാൽ ശക്തരായ രണ്ടു സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു, കെ സുരേന്ദ്രനും ആനി രാജയും. ഭൂരിപക്ഷം കുറയ്ക്കാനായി രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 2019 ഭൂരിപക്ഷം ലഭിച്ചില്ല. സുരേന്ദ്രനും വോട്ട് വർദ്ധിപ്പിച്ചു, ആനി രാജയും വോട്ട് വർദ്ധിപ്പിച്ചു. ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എന്താണ് വയനാടിന്റെ മനസ്സ് എന്നുള്ളതാണ് പ്രധാനം. കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശത്തിലാണല്ലോ. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു അത് നേരത്തെ തന്നെ റായ്ബറേലിയും അദ്ദേഹം വിജയം നേടിയപ്പോൾ തന്നെ ഏകദേശം പ്രതീക്ഷിച്ചിരുന്നതാണ്. വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. അദ്ദേഹം എല്ലാ പ്രസംഗത്തിലും അത് ആവർത്തിക്കുന്നതാണ്. അദ്ദേഹത്തിന് തിരിച്ചും അദ്ദേഹത്തോട് വയനാട്ടുകാർക്കുള്ള ബന്ധം. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് വിടുമ്പോൾ അത് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന പ്രതീക്ഷിച്ച സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കുമെന്ന് രാഹുൽ തന്നെ പ്രഖ്യാപിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം രാഹുലിന്റെ ഒപ്പം തന്നെ പ്രിയങ്കയും പലതവണ വയനാട് സന്ദർശിച്ചിട്ടുണ്ട്. വയനാട്ടുകാർക്ക് പ്രിയങ്ക ഗാന്ധിയെ അവരുടെ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. അതെല്ലാം ഉപരിയായിട്ട് ദേശീയ തലത്തിൽ ഈ ഒരു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഒരു മത്സരം, ഈ ഒരു സാന്നിധ്യം ഇന്ത്യ മുന്നണിക്കും UDFനും കേരളത്തിൽ UDFനും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാകും. കാരണം രാഹുൽ വയനാട് വിടുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പരിണിത ഫലങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും BJPയും വലിയ തോതിൽ തന്നെ പ്രചരിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അതായത് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം വയനാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ വയനാട്ടിൽ ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത്തരത്തിൽ വലിയ പ്രചാരണം നടക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു പ്രചരണത്തിൻ്റെ ഒക്കെ തന്നെ ഒരു തീവ്രത കുറയ്ക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ കുറയ്ക്കുവാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കുമെന്ന് തന്നെ കരുതണം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് രണ്ടിടങ്ങളിലും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ ഈ ഒരു പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് വലിയ ഊർജ്ജം നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിക്ക്. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സാധാരണഗതിയിൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലൊരു പ്രചാരണം ഉണ്ടായേക്കാമെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം അതിനെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയും, UDFന് കഴിയും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം നെഹ്റു കുടുംബത്തിലെ രാഹുലിൻ്റെ തന്നെ സഹോദരിയായിട്ടുള്ള അംഗം വരുന്നു. ദേശീയ തലത്തിലുള്ള പ്രാധാന്യം കിട്ടുന്നു. ദേശീയ നേതാക്കൾ മത്സരത്തിൻ്റെ പ്രചരണങ്ങൾക്കായി എത്തുന്നു. ഇതൊക്കെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നേട്ടം, അത് നൽകുന്ന ഊർജ്ജവും ഒക്കെ വയനാട്ടിൽ വലിയ തോതിൽ തന്നെ പ്രചരണങ്ങൾക്ക് കരുത്ത് നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി അല്ല മത്സരിക്കുന്ന സാഹചര്യമെങ്കിൽ ഇതൊക്കെ മാറിയേനെ. കാരണം കോൺഗ്രസിൽ തന്നെ ഈ ഒരു സീറ്റിനെ ചൊല്ലി വലിയ കലാപം ഉണ്ടാകുമായിരുന്നു. മതസാമുദായിക സംഘടനകൾ ആ സീറ്റിനോട് വിലപേശൽ നടത്തുമായിരുന്നു. ഇനി കേരളത്തിലെ തന്നെ ഏതെങ്കിലും നേതാവ് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഒരുപക്ഷെ ജയിച്ചു കയറുമായിരിക്കും. പക്ഷേ ഭൂരിപക്ഷം വലിയ തോതിൽ ഇടിവ് വരുമായിരുന്നു. അതൊക്കെ തന്നെ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധിയെ ഈ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് അതിജീവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. മണ്ഡലത്തിലെ ജനങ്ങൾക്കാണെങ്കിൽ, വോട്ടർമാർക്കാണെങ്കിൽ രാഹുൽ അന്ന് കൊടുത്ത ഉറപ്പ് രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാർക്ക് സന്തോഷമുണ്ടാകുന്ന തീരുമാനമാകുമെന്നുള്ളതാണ്. അദ്ദേഹം അതിനെ ആവർത്തിക്കുകയാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. വയനാട്ടിൽ 2 MP പ്രിയങ്കയും താനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താൻ സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞാലും താൻ ഇടയ്ക്കിടെ വരും, ഇവിടുത്തെ ജനങ്ങളുമായി അത്രമാത്രം ആത്മബന്ധമുണ്ട്. അതൊക്കെ തന്നെ വയനാട്ടുകാരെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസും UDFും വയനാടിലെ അടിച്ചേൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രചാരണത്തിന് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സജ്ജമായി. പ്രിയങ്ക ഗാന്ധി
സജീവ രാഷ്ട്രീയത്തിലേക്ക്. നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിലൊക്കെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു പ്രിയങ്ക. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം ടി സിദ്ദിഖൊക്കെ പ്രിയങ്ക ഗാന്ധിയെ വിശേഷിപ്പിച്ചത് രണ്ടാം ഇന്ദിര എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമി എന്ന തരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതാവ് ദേശീയതലത്തിലാണ് പ്രിയങ്ക എന്നത്. പ്രിയങ്ക വയനാട്ടുകാർക്ക് നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ അപരിചിതയല്ല. വയനാടിൻ്റെ സാന്നിധ്യമായി പ്രിയങ്ക വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഒപ്പം പാർലമെന്റിൽ MP ആയി പ്രിയങ്ക വയനാട്ടിൽ നിന്ന് ഏതായാലും എത്തുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഒരു പ്രാമുഖ്യമുണ്ട്, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രാമുഖ്യമുണ്ട്. ഈ രണ്ടു തലത്തിൽ, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനമായ UP-യിലെ റായ്ബറേലിയിൽ നയിക്കാൻ രാഹുലും ഇവിടെ പ്രിയങ്കയും എന്ന തലത്തിൽ വരുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിനുണ്ടാക്കാവുന്ന കരുത്തും വളരെ പ്രസക്തമല്ലേ? തീർച്ചയായും ഒരു ഇരട്ട എഞ്ചിൻ പോലെയായിരിക്കും ഈ ഒരു സംവിധാനം ഇനി പ്രവർത്തിക്കുക എന്ന് വേണം കരുതാൻ. കാരണം ദക്ഷിണേന്ത്യയിൽ വയനാടോ കേരളത്തിലോ മാത്രമായിട്ട് പ്രിയങ്കയുടെ ഒരു സാന്നിധ്യം പ്രഭാവം നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുകയില്ല. മുൻപ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ 2019 കേരളത്തിൽ വന്നപ്പോൾ അത് വയനാടിൽ മാത്രമല്ല കേരളം മുഴുവൻ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയുണ്ടായി. ഇത്തവണയും സമാനമായ സാഹചര്യം വന്നായിരുന്നു. അപ്പോൾ ദേശീയ നേതാക്കൾ, പ്രത്യേകിച്ച് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ദേശീയ നേതാക്കൾ മത്സരിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പ്രഭാവം സാധാരണ ജനങ്ങളിൽ, അത് കോൺഗ്രസ് പാർട്ടിക്കാർ മാത്രമായിരിക്കില്ല അതിൻ്റെ ഒരു പ്രഭാവലയത്തിൽ ആകൃഷ്ടരാകുന്നത്, അതായത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. അത് എല്ലാ തരത്തിലുള്ള വോട്ടർമാരും ഉണ്ടാകും. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് എനിക്ക് വേണ്ടി LDF-കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ മുന്നണിയിൽപ്പെട്ടവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ തന്നെ എൻ്റെ വോട്ടർമാരാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹുലിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വീകാര്യത മേഖലയിലുണ്ട് എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി വരുമ്പോഴും അതിന് വലിയ മാറ്റമുണ്ടാകുന്നില്ല. പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെങ്കിൽ പോലും സജീവ രാഷ്ട്രീയത്തിൽ അവർ ഏറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വനിതയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലുമൊക്കെ അവരുടെ നേതൃപാഠം ഇത്തവണ ഉത്തരേന്ത്യയിലൊക്കെ അവരുടെ പ്രചാരണത്തിന്റെ മികവ് കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു മികവുള്ള ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നെഹ്റു കുടുംബത്തിലെ ഒരംഗം വയനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ദക്ഷിണേന്ത്യക്ക് ഒന്നാകെ ഊർജ്ജം നൽകുന്ന, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് ഊർജ്ജം നൽകുന്ന ഒരു കാര്യം തന്നെയാകും. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്ക ഗാന്ധിയും എന്ന് പറയുമ്പോൾ അതൊരു ഇരട്ട എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇന്ത്യ മുന്നണിയുടെ മാറും എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കറിയാം NDAക്ക് പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കെതിരെ ഉണ്ടായ വിമർശനങ്ങൾ അത് മുൻപുണ്ടായതിനേക്കാൾ ജനവിധിയിലൂടെ അവർക്ക് നേരിടേണ്ടി വന്നതാണ്. സ്വാഭാവികമായിട്ടും ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോഴുണ്ടായ കുതിപ്പ് അത് വലിയ നേട്ടത്തിലേക്ക് എത്തിക്കാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പാർലമെന്റ് രംഗത്ത് പ്രിയങ്ക ഗാന്ധി കൂടി സജീവമായിട്ട് ഉണ്ടാവുക എന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാകും. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നും കണക്കാക്കേണ്ടി വരും. അതുപോലെ ഇപ്പോൾ BJP-യും കഴിഞ്ഞ തവണ BJP രാഹുൽ വന്നപ്പോൾ നിസ്സാരമായി കണ്ട മണ്ഡലമല്ല വയനാട്. K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവസാന നിമിഷം അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. സുരേന്ദ്രൻ വോട്ടെണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട്. വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ പോലും ആനി രാജയെ അവിടെ CPI ഇറക്കുന്നു. ആനി രാജ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞത് താൻ പാർട്ടിയിൽ അറിയിക്കും താൻ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യമെന്നാണ്. പക്ഷേ ഇത്തവണ BJP-യും CPI-യും ഗൗരവമായി തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെയും കാണില്ലേ, മത്സരത്തെ കാണില്ലേ? പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാണ്. കേരളത്തിൽ നിന്ന് പ്രിയങ്ക മത്സരിക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ BJP-ക്കും അങ്ങോട്ട് പുറകോട്ട് പോകാനാവില്ല. ഏത് തരത്തിലുള്ള സാധ്യതകളിലേക്കാകും വിരൽ ചൂണ്ടുക ഈ രണ്ട് മുന്നണികളുടെയും? രഞ്ജിത്ത്, രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയും K. സുരേന്ദ്രനും മത്സരിക്കാനുണ്ടായ സാഹചര്യവും അത് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിനുള്ള സാധ്യത വളരെ അന്ന് എടുത്തതുപോലെ ഇത്രയും വലിയ ദേശീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു പക്ഷേ വീണ്ടും ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വേണം കാണാൻ. കാരണം അതിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യം ഇന്ത്യ മുന്നണി രാജ്യമൊന്നാകെ വലിയ മുന്നേറ്റം നടത്തിയെന്ന ആത്മവിശ്വാസത്തിൽ, അതായത് ഒരു ഘട്ടത്തിൽ 400-ലധികം സീറ്റ് നേടുമെന്ന് പറഞ്ഞ NDA 300-ന് താഴേക്ക് എത്തിയ സാഹചര്യം, ഇന്ത്യ മുന്നണിക്ക് രാജ്യത്തൊട്ടാകെ കിട്ടിയ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ പിന്തുണ, ഈ ഘടകങ്ങളൊക്കെ
ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പ്രസക്തമാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് വയനാട്ടിൽ ഇനി വലിയ അട്ടിമറികളൊന്നും സംഭവിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. രാഹുലിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ ലഭിക്കുമോ അതിനേക്കാൾ കുറയുമോ എന്നുള്ളത് മാത്രമായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമാവുന്ന കാര്യം. പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളും ദേശീയ തലത്തിൽ വരെ ഇത് ചർച്ച ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഒരു BJP-യുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ നേതാക്കൾ ഇവിടെ മത്സരിച്ചതുകൊണ്ട് അവരെ സംബന്ധിച്ച് വോട്ടിൻ്റെ ശതമാനം വർദ്ധിപ്പിക്കാം എന്നല്ലാതെ ഒരു അട്ടിമറിയൊന്നും ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആനിരാജ കഴിഞ്ഞ തവണ പക്ഷേ പ്രതീക്ഷിച്ച നേട്ടം കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. 2% മാത്രം വർധനമാണ് അവരുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇനി ഒരു ദേശീയ നേതാവിനെ കൊണ്ട് വന്ന് മത്സരിപ്പിക്കുന്നതിന് 2 വട്ടം ആലോചിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കെ സുരേന്ദ്രനാകട്ടെ ഏറ്റവും അവസാനമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ്, അതായത് 50,000-ലധികം വോട്ടുകളുടെ വലിയ വർധനവ് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇനിയും സുരേന്ദ്രൻ മത്സരിക്കുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ മുൻപ് ഈ 2024 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇടതുപക്ഷവും BJP-യും വയനാട്ടിൽ സ്വീകരിച്ച അതേ നിലപാട് ഇനി ആവർത്തിക്കുമോ എന്ന് പറയാനാകില്ല. ഒരുപക്ഷെ അതിന് ഈ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ ഒരു മാറ്റം കണക്കാക്കുവാനൊക്കെ പ്രധാന നേതാക്കൾ എത്രമാത്രം തയ്യാറാകുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ എതിരാകുന്ന ഘടകങ്ങൾ വളരെ കുറവാണ്. വയനാട്ടിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ മത്സരം രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തോടാകുമ്പോൾ എത്രമാത്രം വലിയ ഒരു പോരാട്ടം നടത്തുവാൻ ദേശീയ നേതാക്കൾ മറുവശത്ത് തയ്യാറാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഹുൽ ഗാന്ധി ഒഴിയുന്നു വയനാട്, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായി ആവുകയാണ് വയനാട്ടിലെ പ്രിയങ്കയുടെ സാന്നിധ്യം. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.